തീപിടുത്തത്തെ തുടർന്ന് അടച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ബ്ലോക്ക് ഇതുവരെ തുറന്നില്ല. 3 മാസം കഴിഞ്ഞിട്ടും എപ്പോൾ തുറക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കുന്നത്. അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്ന PMSSY ബ്ലോക്കിൽ മെയ് 2-നാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. 3-ാം ദിവസം വീണ്ടും തീപിടിച്ചു. ഇതോടെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിലച്ചത്. രണ്ടു തവണയാണ് പുതിയ ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായത്. MRI UPS മുറിയിലും ഓപ്പറേഷൻ തിയേറ്ററിലുമായിരുന്നു തീപിടുത്തം. വിവിധ തലങ്ങളിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. MRI UPS യൂണിറ്റുകൾ, ഇലക്ട്രിക്കൽ വിഭാഗങ്ങളുടെ ട്രയൽ റൺ എന്നിവ പൂർത്തിയായി. ശസ്ത്രക്രിയാ തിയേറ്ററുകളുടെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം തുറക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നടപ്പായില്ല. പുതിയ ബ്ലോക്ക് തുറക്കാൻ വൈകുന്നത് രോഗികൾക്കും ബന്ധുക്കൾക്കും വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. അത് ഇപ്പം പുതിയ കാഷ്വാലിറ്റി ഉണ്ടാക്കിയതിനു ശേഷം നല്ല രീതിക്കായിരുന്നു ഇത് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അത് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചപ്പോൾ അത് ജനങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. പഴയ കാഷ്വാലിറ്റി അതേപോലെ തന്നെ വീണ്ടും മൂഷികസ്ത്രീ എന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പം വീണ്ടും കാര്യങ്ങൾ വേണം. അപ്പോൾ എത്രയും പെട്ടെന്നൊന്ന് ഇതായിട്ടുണ്ടെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ഒരു ഉപകാരമായിരുന്നു. തുടർ പരിശോധനയിൽ കണ്ടെത്തിയ പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഭൂമിക്കടിയിലൂടെ കടന്നുപോകുന്ന പ്രഷർ ലൈനിൽ തകരാറുള്ളതായി കണ്ടെത്തിയെങ്കിലും എവിടെയെന്നതിൽ വ്യക്തതയില്ല. പുതിയ കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് കുഴിയെടുത്ത് പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ചോർച്ച കണ്ടെത്തിയ ഇടങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി ശരിയാക്കണം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ പോരായ്മകളും പരിഹരിച്ചു വരുന്നതേയുള്ളൂ. ഫയർഫോഴ്സിന്റെ NOC ലഭിക്കാത്തതാണ് PMSSY ബ്ലോക്ക് തുറക്കാൻ വൈകുന്നതിന്റെ പ്രധാന കാരണം. എന്ന് തുറക്കും ഈ ബ്ലോക്ക്? നടപടി അനന്തമായി നീളുകയാണ്. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സമീർ മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഒട്ടേറെ ജനകീയ വിഷയങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ പ്രേക്ഷകർ നൽകുന്നുണ്ട്. ഹാഷ്മി കളത്തൂർ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട്. പാസഞ്ചർ ട്രെയിനുകളുടെ അപര്യാപ്തത കാരണം കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ നേരിടുന്ന കടുത്ത യാത്രാ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാകണം. ട്രെയിൻ കോച്ചുകൾ മുന്നറിയിപ്പില്ലാതെ മാറ്റുന്നതും യാത്രക്കാരെ ബാധിക്കുന്നു എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഈ വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്ന നിർദ്ദേശം അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.